ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇസ് എ ഫിനോമിനൺ ഇൻ വിച്ച് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ എ കോയിൽ ഇൻഡ്യൂസസ് എ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ അതിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിലൂടെ ഒരു കറണ്ട് ഫ്ലോയും ഉണ്ടാകും. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് എവിടെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റിലത്തെ വീഡിയോയിൽ ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു കോയിൽ വെച്ച് ആ കോയിലും ഒരു ബാർ മാഗ്നറ്റും വെച്ച് ആ ബാർ മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പോൾ ആ കോയിലിലൂടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ ആ ബാർ മാഗ്നറ്റ് ദൂരേക്ക് പോകുമ്പോഴും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ വേറെ വേറെ ആയിരിക്കും. ബാർ മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പോൾ ഉള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കില്ല ബാർ മാഗ്നറ്റ് ദൂരേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു വെച്ചാൽ, ഈ കോയിലിന് എങ്ങനെയാണ് ഈ ബാർ മാഗ്നറ്റ് അടുത്തേക്കാണോ ദൂരേക്കാണോ വരുന്നതെന്ന് മനസ്സിലാവുന്നത്? എന്തുകൊണ്ടാണ് അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓരോ കേസിലും അത് ചേഞ്ച് ചെയ്യുന്നത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോ ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ലോ തന്നെ നോക്കുകയാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് ലോയിലേക്ക് പോവാം. ആ ലോ എന്ന് പറയുന്നത് ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ will be such that the magnetic field created by the induced current opposes the initial changing magnetic field which produced it. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു കറണ്ട് ഉണ്ടാവില്ലേ, ആ കറണ്ട് അത് എന്തുകൊണ്ടാണോ ഉണ്ടായത് ആ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. അതായത് നമുക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കണ്ടക്ടറിലേക്ക് കൂടി കറണ്ട് പാസ് ചെയ്താൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. രണ്ടാമത്തേത്, ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ അതിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വെച്ചാൽ അതിലൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ലെൻസസ് ലോ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ബാർ മാഗ്നറ്റ് കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അതുകൊണ്ട് ഈ കണ്ടക്ടറിലൂടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പുറമെ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിപ്പോൾ ഇങ്ങോട്ടല്ലേ, ഇപ്പോൾ ബാർ മാഗ്നറ്റ് അടുത്തേക്കാണ് വരുന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ ബാർ മാഗ്നറ്റിനെ തള്ളി ദൂരേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇനി വേറൊരു കേസിൽ ബാർ മാഗ്നറ്റ് ദൂരേക്ക് പോവാണ്, കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് ബാർ മാഗ്നറ്റ് പോവാണ്. അങ്ങനെ ആകുമ്പോൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ കേസിൽ ഒരു കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ കണ്ടക്ടറിലും ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ട്, കണ്ടക്ടറിലുണ്ടായ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ദൂരേക്ക് പോകുന്ന ബാർ മാഗ്നറ്റിനെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് വലിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതാണ് ലെൻസസ് ലോ പറയുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും ഇത്രയെങ്കിലും ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ എന്താണോ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ ഉണ്ടാക്കിയത് അതൊരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾക്കിത് ഒരു എക്സ്പെരിമെൻ്റ് അല്ല, ഒരു ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊരു കോയിലുണ്ട്. ഒരു ടേണിൽ ഒരു കോയിലാണ്, ഒരു കണ്ടക്ടർ ഒരു ടേൺ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ ഒരു എൻഡിൽ നമ്മളൊരു ബാറ്ററി, ഒരു സെല്ല് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോയിൽ വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് കോയിലുള്ളത്. ഈ ഒരു എൻഡിൽ, അതായത് ഈ ബ്ലാക്ക് ഈ ഒരു എൻഡിൽ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമേജാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്.
ഇതിവിടെ ഇത് നമ്മളൊരു സർഫസിൽ വരക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കോയിലിനെ വരക്കാനുള്ള എളുപ്പത്തിലാണ് ഇതിൻ്റെ ഏറ്റവും പുറത്തുള്ള പോർഷൻ സോളിഡ് ലൈനായിട്ടും ഇതിൻ്റെ അങ്ങ് ബാക്ക് വശത്തുള്ള പോർഷൻ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിങ്ങനെയാണ് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് ഇതാണ്, ഇതാണ് നെഗറ്റീവ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുക എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് ബാക്ക് വശത്തുകൂടെ വന്ന് ഫ്രണ്ടിലൂടെ വന്ന് നെഗറ്റീവിലേക്ക് പോകും അല്ലേ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. നമ്മുടെ കോയിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവഴി കറണ്ട് വന്ന് ഇതുവഴി ഇറങ്ങിപ്പോകും. അപ്പോൾ ഇങ്ങനൊരു കേസിൽ ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നോക്കാം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഈ 4 വിരൽ ഇപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലല്ലേ അല്ലേ, അതായത് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ഈ 4 വിരലും ഉപയോഗിച്ചാൽ തമ്പായിരിക്കും എന്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതായത് ഇവിടെ ഇപ്പോൾ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോയി പുറത്തേക്ക് വരുവാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് അടിയിലൂടെ വന്ന് പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ചാൽ അപ്പോൾ അതിൻ്റെ തമ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. തമ്പിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് ഉള്ളത് അല്ലേ, റൈറ്റിലേക്ക്. അപ്പോൾ നമുക്കത് ഇവിടെ വരക്കാം. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷനിൽ നമുക്ക് ഇതിൻ്റെ നോർത്ത് പോൾ ഏതാ സൗത്ത് പോൾ ഏതാന്ന് അറിയണം. അപ്പോൾ നമ്മൾ കൺവെൻഷനലി ഉപയോഗിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റിൻ്റെ ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്കാണ് എന്ത് പോവുക, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവുക. ഇപ്പം ഞാൻ ഒരു ലൈനേ കാണിച്ചുള്ളൂ, കുറേ ലൈൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോയിലിൻ്റെ ഏത് സൈഡായിരിക്കും നോർത്ത്, ഏത് സൈഡായിരിക്കും സൗത്ത്? അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് തമ്പിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നോർത്ത് ഈ വശത്തും സൗത്ത് ഈ വശത്തും ആയിരിക്കും. നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയും. നമുക്ക് ഇവിടെ വരക്കാം. ഇതായിരിക്കും നോർത്ത്, ഇതായിരിക്കും സൗത്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടിയാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കോയിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു കോയിലാണ്. അതിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. കോയിൽ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്, നിലത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ബാർ മാഗ്നറ്റ് അതിൻ്റെ മുകളിലാണ് ഉള്ളത്, ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടുന്ന് ഈ ബാർ മാഗ്നറ്റിനെ താഴേക്ക് മൂവ് ചെയ്യാണ്. അതായത് ഈ കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലൊരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഈ കോയിലിൽ ആക്ട് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിലൊരു ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഈ കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് ഇതിപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പാണ്, അപ്പോൾ അതുവഴി കറണ്ടും ഫ്ലോ ചെയ്യും അല്ലേ. അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ഈ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള നമ്മൾ ഏത് ലോ ഉപയോഗിക്കുക? ലെൻസസ് ലോ ആണ് ഉപയോഗിക്കുക. ലെൻസസ് ലോ എന്താ പറയുന്നത്? എന്താണോ ആ EMF ഉണ്ടാക്കാനുള്ള കോസ് അതിനെ ഒപ്പോസ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ EMF ഉണ്ടാകാനുള്ള കാരണം മാഗ്നറ്റിക് ഫീൽഡിലുള്ള ചേഞ്ചാണ്. മാഗ്നറ്റിക് ഫീൽഡിലുള്ള ചേഞ്ചിന് കാരണം ഈ ബാർ മാഗ്നറ്റ് താഴേക്ക് വരാനുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബാർ മാഗ്നറ്റിനെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കണമെങ്കിൽ റിപ്പൾഷൻ സംഭവിക്കണം. റിപ്പൾഷൻ സംഭവിക്കണമെങ്കിൽ ഈ ഭാഗം, അതായത് ഈ ഒരു കോയിലിലൂടെ കറണ്ട് പോകുന്നത് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോളിൽ അടിയും വരണം.
അല്ലേ? നോർത്ത് പോളിലും മുകളിലും സൗത്ത് പോളിൽ അടിയിലും വന്നാൽ മാത്രമേ നോർത്തും റിപ്പൽ ചെയ്യുമല്ലോ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി ഈ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയൊരു കോയിലിൽ ഈ വശത്ത്, ഇതാണ് കോയിൽ, ഇങ്ങനൊരു കോയിലിൻ്റെ ഈ വശത്ത്, മുകൾ വശത്ത് നോർത്തും അടിവശത്ത് സൗത്തും വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കിപ്പോൾ എന്താ അറിയുക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയാം. നോർത്ത് മുകളിലായിരിക്കണം, അതായത് നോർത്ത് ഈ ഡയറക്ഷനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. എങ്ങനെ? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുക. ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ മനസ്സിലായി? കറണ്ട് ഉണ്ടാവുമെന്ന് മനസ്സിലായി, കറണ്ടിൻ്റെ ഡയറക്ഷനും മനസ്സിലായി. ഇനി നമ്മൾ ഈ ബാർ മാഗ്നറ്റ് മുകളിലേക്ക് കൊണ്ടുപോവാണ്. അതായത് ബാർ മാഗ്നറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ബാർ മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റ്, മുകളിലേക്ക് പോവാണ്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാവുന്നതുകൊണ്ട് ഒരു EMF അല്ലെങ്കിൽ വോൾട്ടേജ് ജനറേറ്റ് ആവും. ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് ആ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോയും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ മുകളിലേക്ക് പോകുന്നതാണ് റീസൺ. എന്തിൻ്റെ റീസൺ? ഇവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുക. അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്ന ബാർ മാഗ്നറ്റിനെ എന്ത് ചെയ്യണം? അട്രാക്റ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ എന്താണ് വഴി? ഈ ഭാഗത്ത് സൗത്തും ഈ ഭാഗത്ത് നോർത്തും വരണം. ഇതെങ്ങനെയാണ് ഈ സൗത്തും നോർത്തും വരിക? ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സൗത്ത് മുകളിലും നോർത്ത് അടിവശത്തും വരണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ താഴേക്ക് വരണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ താഴേക്ക് വരണം. അപ്പോൾ താഴേക്ക് വരണമെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിരിക്കണം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലെൻസസ് ലോ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നമ്മൾ ഫസ്റ്റ് സെഷനിലൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നുകൂടി, അതിൻ്റെ ഒരു പോർഷൻ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. Before that, neodymium magnets drop like a rock in air, but if you drop them through a roll of aluminum foil, they drop very slowly. Whee! But similarly, look, this frame is also made of aluminum, and my magnet has north and south on the surfaces, and if I put it on and let go, see, it goes down slowly. അപ്പോൾ ഈ രണ്ട് കേസിലും എന്താണ് സംഭവിച്ചത് നോക്കാം. ആദ്യത്തെ കേസിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിലൂടെ മാഗ്നറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അലുമിനിയം ഫോയിലിൽ ആ മാഗ്നറ്റ് ഡ്രോപ്പ് ചെയ്യുമ്പം അലുമിനിയം ഫോയിലിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലൊരു ചേഞ്ച് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അലുമിനിയം ഫോയിൽ എന്ന് പറയുന്ന ഒരു ക്ലോസ് ലൂപ്പാണ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഈ കറണ്ട് ലെൻസസ് ലോ പ്രകാരം ഈ കറണ്ട് എന്തിന് ഒപ്പോസ് ചെയ്യും? അതിൻ്റെ കോസിന് ഒപ്പോസ് ചെയ്യും. കോസ് എന്ന് പറയുന്നത് അതിലൂടെ മാഗ്നറ്റ് താഴേക്ക് വീഴുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ താഴേക്ക് വീഴുന്നതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ താഴേക്ക് വീഴുന്ന ഈ മാഗ്നറ്റിൻ്റെ ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട്, അപ്പോൾ താഴേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ അത് ഗ്രാവിറ്റി ആയിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ നാച്ചുറലി ഈ താഴേക്ക് വീഴുന്ന സ്പീഡ് കുറയും. പിന്നെ രണ്ടാമത്തെ കേസിൽ ആ വാതിലിൻ്റെ അലുമിനിയം ഫ്രെയിമിൽ മാഗ്നറ്റ് വെച്ചപ്പോൾ അത് മെല്ലെയാണ് താഴേക്ക് വീഴുന്നത്. നിങ്ങൾക്ക് അലുമിനിയത്തിൽ ഒരിക്കലും മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യില്ല, ഒരിക്കലും എന്ന് പറയാനാവില്ല. എന്നാലും നമ്മുടെ നോർമലി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തുള്ള മാഗ്നറ്റ് ഒന്നും അലുമിനിയത്തിൽ അട്രാക്റ്റ് ആവില്ല. അത് അലുമിനിയം മാഗ്നറ്റിക് അല്ല.
അപ്പോൾ നിങ്ങൾ ഈ സെയിം മാഗ്നറ്റ് ഈ അലുമിനിയം ഫ്രെയിമിൽ വെക്കുന്നതിന് പകരം ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം പെട്ടെന്ന് തന്നെ വീഴും. പക്ഷേ അലുമിനിയത്തിലാവുമ്പോൾ ആ താഴേക്ക് വീഴുന്ന സമയത്ത് അലുമിനിയം മാഗ്നറ്റിക് അല്ലെങ്കിലും അലുമിനിയം ഒരു കണ്ടക്ടറാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോൾ അത് താഴേക്ക് വീഴുന്നതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് കൊണ്ട് ആ അലുമിനിയം ഫ്രെയിമിൽ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ താഴേക്ക് വീഴുന്ന അതിൻ്റെ കോസിനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് അത് സ്ലോലി വീഴുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. ഈ EMF കൊണ്ട് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യാം. ആ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് പിന്നെ നമ്മൾ ലെൻസസ് ലോ വഴി പഠിച്ചത്. ഇനി നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത് എത്രത്തോളം EMF ആണ് ജനറേറ്റ് ചെയ്യുക. നമുക്ക് EMF ജനറേറ്റ് ചെയ്യും എന്നറിയാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആ മാഗ്നിറ്റ്യൂഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അഗെയിൻ വേറൊരു ലോ ആണ്. ആ ലോ എന്ന് പറയുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മൾ സെക്കൻഡ് ലോ ആണ് ഇപ്പോൾ പഠിക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് ലോ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു EMF ജനറേറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ലോ തന്നെയാണ് ഫാരഡേസ് ലോ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ലോ നോക്കാം. അതായത് എത്രത്തോളം EMF, അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. Faraday's second law of electromagnetic induction. It states that the magnitude of EMF induced in the coil is equal to the rate of change of flux that linkages with the coil. ഇതിൽ ഒരു പുതിയൊരു ടേം വന്നത് ഈ ഫ്ലക്സ് ലിങ്കേജ് എന്നുള്ളൊരു ടേമാണ്. ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത എക്സാമ്പിളിലൊക്കെ കോയിലിന് ഒറ്റൊരു ടേൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആക്ച്വൽ കേസിൽ ഒരു ടേണിൽ കൂടുതലുണ്ടാവാം, 1, 2 അല്ലെങ്കിൽ 100, 200 ഒക്കെ ടേൺസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ N ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ ഇൻറ്റു എത്രത്തോളം ഫ്ലക്സ് ആ കോയിലിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഫൈ എന്നുള്ളൊരു ടേമാണ് ഈ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഏതായാലും ആ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കണമെന്നില്ല. അതിൽ കുറേയൊക്കെ ആ കോയിലിനെ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതെ പോകുന്നുണ്ടാവും. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റ് അതായത് ഇലക്ട്രോ മാഗ്നറ്റ് ആവും പെർമനൻറ്റ് മാഗ്നറ്റ് ആവും, അതിൻ്റെ എത്രത്തോളം ഫ്ലക്സ് നമ്മൾ കോയിലിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇൻറ്റു ആ കോയിലിൽ എത്രത്തോളം ടേൺസ് ഉണ്ടെന്നാണ്. അപ്പോൾ കൂടുതൽ ടേൺസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് നമ്മൾ EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് EMF ഉണ്ടാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ചേഞ്ചിൻ്റെ റേറ്റിന് ഈക്വൽ ആയിരിക്കും. ഈ ചേഞ്ച് മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ സ്പീഡിൻ്റെ കേസ് പറയാം. സ്പീഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്, അതാണല്ലോ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ എത്രത്തോളം നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വന്നു, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കേസിൽ ഫ്ലക്സ് ആണ്, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഈക്വലാണ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിനെ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ E = -N dφ/dt. ഈ dφ/dt എന്ന് പറയുന്നതാണ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഇൻ വൺ കോയിൽ. ഒരു കോയിലിന് ഉള്ള ഫ്ലക്സ് ലിങ്കേജിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് dφ/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഫോർ വൺ കോയിൽ ഇൻറ്റു N എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് കിട്ടി. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഈ മൈനസ്. ഈ മൈനസ് എവിടെ നിന്ന് വന്നു? ഈ മൈനസ് വന്നത് ലെൻസസ് ലോയിൽ നിന്നാണ്. കാരണം എന്ന് വെച്ചാൽ ലെൻസസ് ലോ എന്താ പറയുന്നത്, കോസിനെ ഒപ്പോസ് ചെയ്യും. കോസ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ചേഞ്ച്.
അപ്പോൾ ഇൻ്റെ പൊളാരിറ്റി ഉണ്ടാവുന്ന ഇ എം എഫിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കോസ് d∅dt ചേഞ്ച് അതിനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു മൈനസ് സൈൻ മാത്തമാറ്റിക്കലി അവിടെ ആഡ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാരഡേൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് n d∅dt മാത്രമേ ഉള്ളൂ. മൈനസ് വന്നത് ലെൻസസ് ലോ എന്നാണ്. അപ്പോൾ നമ്മൾക്ക് മൊത്തത്തിൽ E = -n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു d∅dt എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ഒരു ജനറേറ്ററിൽ ഒരു സിംഗിൾ ലൂപ്പ്, ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ടേണുള്ള ഒരു കണ്ടക്ടറുള്ള ഒരു ജനറേറ്റർ, ഒരു AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ ഇതുവരെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് EMF ജനറേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ബാർ മാഗ്നറ്റ് ഒരു കോയിലിൻ്റെ അടുത്തേക്ക് വന്നു ദൂരേക്ക് പോയി എന്നൊക്കെ ആയിരുന്നു. ഇതൊന്നും അല്ല ഒരു ജനറേറ്ററിൽ സംഭവിക്കുന്നത്. ജനറേറ്ററിൻ്റെ കേസിൽ നമ്മൾ റൊട്ടേറ്റ് ആണ് ചെയ്യുന്നത്. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല, റൊട്ടേറ്റ് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇടുക്കിയിലൊക്കെ ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിൽ അവിടെ ടർബൈൻ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റൊരു ടേണിൽ അതിൻ്റെ ബേസിക് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് മനസ്സിലാക്കാൻ ഒറ്റൊരു ടേണ് ഉള്ള ഒരു സിംഗിൾ പോൾ പെയറുള്ള ഒരു AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് നോക്കാം. നമ്മൾക്കിനി ഖാൻ അക്കാദമിയുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം. യൂട്യൂബ് വീഡിയോ ആണ്, അത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് കുറേ ആൾക്കെങ്കിലും അറിയാമായിരിക്കും, നമ്മുടെ വീട്ടിൽ AC ആണ് വരുന്നത്. AC എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതൊരു സൈൻ വേവ് ആണ്. അതിൻ്റെ ഷേപ്പ് 50 ഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഈ സൈൻ വേവ് തന്നെ വരുന്നത്? എന്തുകൊണ്ട് ട്രയാങ്കിൾ വേവ് വരുന്നില്ല? എന്തുകൊണ്ട് സ്ക്വയർ വേവ് വരുന്നില്ല? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ആൾട്ടർനേറ്റിംഗ് ആയിട്ട് വരുന്നത്? എന്തുകൊണ്ട് DC വരുന്നില്ല? ബാറ്ററിയിൽ നിന്നൊക്കെ DC അല്ലേ കിട്ടുന്നത്? നമുക്ക് എന്തുകൊണ്ട് KSEB നമുക്ക് DC അല്ല തരുന്നത്, AC എന്തുകൊണ്ടാണ് തരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഖാൻ അക്കാദമിയുടെ വീഡിയോ ആണ്. വീഡിയോ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. ഇതിൽ ആദ്യത്തെ കുറച്ച് പോർഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലാസ്റ്റിലോട്ടാണ് നമ്മൾ അതിൻ്റെ ആനിമേഷൻ കാര്യങ്ങൾ വരുന്നത്. എന്നാലും നമുക്ക് ആദ്യം തൊട്ടേ കാണാം, ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഞാൻ ഇൻ്റർഫെയർ ചെയ്ത് അതിൻ്റെ കുറച്ചൊക്കെ നമുക്ക് ബേസിക്കലി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. വെൽ എക്സ്പ്ലെയിൻഡ് വീഡിയോ ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ആയത്, എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു AC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനിൽ ബേസിക് ബ്ലോക്ക് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. How do power stations provide electricity to thousands of houses around a city? They don't use giant batteries. They do that by spinning a giant turbine like this. And to spin such a turbine, some power stations use very hot steam that blows over the turbines and spins it. Or maybe we can use the energy of the falling water. Or another example could be we fit these inside giant windmills and let the wind do the work for us. Whichever way you choose, all we do is spin a giant turbine. But how does turning something create electricity? Well, the technology is based on electromagnetic induction, discovered by Michael Faraday more than 200 years ago. The basic idea is that if you take a wire and move it up or down inside a magnetic field, it induces an electric current. ഇപ്പോൾ ഒരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു വയറിൻ്റെ കാര്യമല്ലോ, നമ്മൾ എടുത്ത എക്സാമ്പിളല്ല ഒരു കോയിലാണല്ലോ ഉണ്ടായെന്ന്. കോയിൽ തന്നെ ആവണമെന്നില്ല. കോയിലാവുന്ന കേസിൽ, അതായത് ഒരു കോയിലിന് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പുള്ള എക്സാമ്പിൾ കോയിൽ എടുത്തത്. കോയിൽ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. കണ്ടക്ടർ ആണെങ്കിലും ഇതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അതിലൊരു EMF ജനറേറ്റ് ചെയ്യും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. So all we have to do is attach a coil of wire to these giant turbines and place them inside a magnetic field. As the turbine rotates, the coil starts rotating
and the wires start moving up and down inside the magnetic field that produces the electric current. And this can now be used to light up things. These devices are called electric generators. They convert spinning or mechanical energy into electrical energy. So let's look at them in detail now. So let's start by figuring out in what direction a current gets induced or generated in this coil once it starts rotating. So let's say, in our example, the coil rotates clockwise, somewhat like this. Now, how do we figure out the direction of the induced current? Well, we have already learned something called the Fleming's right-hand generator rule. അപ്പോൾ നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് നോക്കാം. നമ്മൾ നോർമലി ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ജസ്റ്റ് നിങ്ങളൊരു ഇൻഫർമേഷൻ പറയാം. നമ്മൾ മോട്ടറിൻ്റെ കേസിൽ അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുക, ജനറേറ്ററിൻ്റെ കേസിൽ റൈറ്റ് ഹാൻഡ് റൂളും. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ജനറേറ്ററിൻ്റെ കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ 3 ഫിംഗർ, അതായത് തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കുക. ഇതിൽ തമ്പ് എന്ന് പറയുന്നത് ഫോഴ്സ്, മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ അതായിരിക്കും. ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻ്റ് ആയിരിക്കും തമ്പ്. ഇതിൽ 4 ഫിംഗർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മിഡിൽ ഫിംഗറാണ് എന്ത് വരിക, കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇത് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഫോഴ്സിന് എഫ്, മാഗ്നറ്റിക് ഫീൽഡ് ബി, കറണ്ട് ഐ. എഫ് ബി ഐ. എഫ് ബി ഐ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. എഫ് ബി ഐ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എഫ് ബി ഐ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ബി ഐ എന്ന് പറഞ്ഞാൽ യു എസിലുള്ള ഒരു എന്തായിരുന്നു, ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. എഫ് ബി ഐ, എഫ് ബി ഐ. Which says, you stretch the fingers of your right hand like this such that they are perpendicular to each other. Then the thumb represents the direction of the motion of the wire. That is the direction in which you're pushing the wire. The forefinger gives us the direction of the magnetic field. Then our middle finger will give us the direction of the current. So all we have to do is align our right hand to make sure the thumb and the forefinger point in the direction of the motion and the magnetic field. Then the middle finger will give us the direction of the current. So let's use our right hand rule on the pink wire that is going upwards, as you can see, and on the blue wire that is moving downwards. So it'll be a great idea if you can first see whether you can try it yourself. So go ahead and use your right hand and see if you can figure out the direction of. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ കോയിലിന് 2 സൈഡ് ഉണ്ട്. ഒന്ന് പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഓൾറെഡി പിങ്ക്, ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് സൈഡിൽ എങ്ങോട്ടാണ് ഫോഴ്സ് വരിക, മുകളിലേക്ക് വരിക. ബ്ലൂ സൈഡിലോ ഫോഴ്സ് താഴേക്ക് വരിക. ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ പിങ്ക് മുകളിലേക്കും ബ്ലൂ താഴേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിയാം. പിന്നെ ബി, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അറിയാം. നോർത്ത് നിന്ന് സൗത്തിലേക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ബിയും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിയാം, ബി അറിയാം. അപ്പോൾ കറണ്ട് എങ്ങോട്ടേക്കാണ് ആ പിങ്ക് സൈഡിലേക്ക് കൂടി മൂവ് ചെയ്യുന്നുണ്ടാവുക, ആ ബ്ലൂ സൈഡിൽ കറണ്ട് എങ്ങോട്ടേക്കാണ് കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇത് രണ്ടും ഒന്ന് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫോണിൻ്റെ മുമ്പിൽ നിന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ പിടിച്ചിരിക്കുന്നത് കുറച്ച് വിയേർഡായിരിക്കും, അതൊന്നും വിചാരിക്കേണ്ട. നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക. അതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. The current in the pink and the blue wire. Alright, if you've done it, let's first start with the pink wire. Because the pink wire is going up, the thumb should be pointing upwards. The magnetic field is to the right, so the forefinger should be pointing to the right. And so if we align our fingers that way,
it will look like this. Since the middle finger is pointing inwards, this means the current in the pink wire must be inwards. Similarly, for the blue wire is moving downwards. So the thumb will be pointing down, the forefinger will still be pointing to the right. And so if we arrange our right hand over here, it will look like this. The middle finger is pointing out of the screen. That means the current in the blue wire will be coming out of the screen. So what we have seen is if a wire is moving upwards over here, then the current will be into the screen. And if the wire is moving downwards, then the current will be out of the screen. Remember this will be important. So now let's get rid of the hands and put arrow marks to indicate the current. And now we can guess what direction the current will be in the rest of the wires. Since the current has to flow from the pink to the blue, we can say that the current has to move here like this. And then the current has to move here this way. It goes out. It goes to that external circuit, maybe where there is a bulb. We'll look at that later. Then the current comes back like this and it flows in this way. And the current continues to flow like this as the coil keeps rotating. Because you can see the pink wire is still going up and the blue wire is still going down. Until we come to this point. Because now the ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ കോയിലിൻ്റെ ഏത് സൈഡാണോ മുകളിലേക്ക് പോകുന്നത്, കോയിൽ റൊട്ടേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മുകളിലേക്ക് ഒരു സൈഡ് താഴേക്കും പോകുമ്പോഴാണല്ലോ റൊട്ടേഷൻ സംഭവിക്കുക. അപ്പോൾ ഏത് സൈഡാണോ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ സ്ക്രീനാണ്, ഉള്ളിലേക്കാണ്. ഏത് സൈഡാണോ താഴേക്ക് വരുന്നത്, അതിൻ്റെ മോഷൻ താഴേക്ക് വരുന്നത്, ആ കോയിൽ സൈഡിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഔട്ട് ഓഫ് ദ സ്ക്രീൻ, പുറത്തേക്കാണ് വരിക. അപ്പോൾ ആദ്യത്തെ കേസിൽ കോയിൽ ഇതിങ്ങനെയായിരുന്നു, അതിനുശേഷം കോയിൽ ഇങ്ങനെയായി. ആ കേസ് വരെ ഈ ഒരു കോയിൽ സൈഡ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്, ഈ ഒരു കോയിൽ സൈഡ് താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ കോയിൽ സൈഡ് താഴേക്കും ഈ കോയിൽ സൈഡ് മുകളിലേക്കും പോകാൻ തുടങ്ങും. അതിൻ്റെ കേസാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ആ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മാറുകയെന്ന് നോക്കാം. pink wire starts moving downwards. And now the blue wire starts moving upwards. Can you see that? Again, if I go back and come back again, notice the pink wire is coming down and the blue wire is going up. This means now the current in the pink wire should be out of the screen, because we already saw using our right hand rule. When the wire is going down, the current must be out. And in the blue wire, which is going up, the current must now be inwards. In other words, the current will now change its direction. This is the important thing. So the current changes its direction and it continues to flow this way until again the pink wire comes on the left side. Because now again the pink wire starts going up, the blue wire starts going down, and as a result the current in the pink wire will be inwards, the current in the blue wire will now be outwards, the current will again reverse. So every time our coil is in this position, which is perpendicular to the magnetic field, we will see that the current direction will flip. And so if you look at the entire animation now, it looks somewhat like this. Every time the coil comes in this position, perpendicular to the magnetic field, the current direction keeps changing. Now, of course, in the animation, I'm pausing the animation when my coil is perpendicular to the magnetic field so that we can see the current flipping its direction. But of course, in reality, the coil will be pushed continuously. There will be no stopping. There will be no jerking motion like we are seeing over here. ഇപ്പോൾ പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ മാറുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഈ സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നിങ്ങളൊക്കെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ കറണ്ട് എത്തുന്നത്. KCB നമുക്ക് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഒറ്റൊരു കോയിൽ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇടുക്കിയിലുള്ള നമ്മുടെ ജനറേറ്ററിൽ ഈ ഒരു കോയിലൊന്നും ആയിരിക്കില്ല, കുറേ കോയിലുണ്ടാവും. ഇവിടെ ഒരു പോൾ പെയർ മാത്രമേ ഉള്ളൂ. പോൾ പെയർ എന്ന് പറഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും ഒരു പെയർ, അത് മാത്രമേ ഉള്ളൂ. നമ്മളെ ഇടുക്കിയിലുള്ള ജനറേറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും പവർ സ്റ്റേഷനിലുള്ള ജനറേറ്ററിന് ഒരു പോൾ പെയർ ആയിരിക്കണമെന്നില്ല, ഒന്ന് കൂടുതൽ പോൾ പെയർ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് സെയിം തന്നെയാണ്.
പക്ഷേ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ടർബൈൻ ആയിരിക്കും, അല്ലെങ്കിൽ വിൻഡ് മില്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റീം ആയിരിക്കും. അതിപ്പോൾ എന്താണെന്ന് പറയാനാവില്ല. പക്ഷെ വർക്കിംഗ് സെയിം ആയിരിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫീഡ് ലൈൻസിന് കട്ട് ചെയ്യുമ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നുണ്ടെന്ന് മനസ്സിലായി. അതായത് AC പർപ്പസ്ഫുള്ളി KCB അവിടുന്ന് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആക്കി മാറ്റുന്നതല്ല, ഇത് ജനറേറ്റ് ചെയ്യുമ്പോഴേ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. Now, the next question we might have is, how do we connect this coil to an external circuit, like say to a bulb? Well, we could connect it directly, right? Well, let's see what happens if we connect the circuit directly. Current will flow, no problem. But as the coil starts rotating, notice the wires start twisting and tangling and turning and whatnot. So that's going to be a problem. So to avoid that, we will not connect the wires directly. Instead, we will use an arrangement involving brushes and slip rings. It looks somewhat like this. So basically we have two metallic rings. ഇവിടെ ഒരു 2 പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്ലിപ്പ് റിങ്സും ബ്രഷസും. ഈ സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് EMF എത്തിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോയിലിൻ്റെ 2 എൻഡിലേക്ക് വയർ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതെങ്ങനെ പുറത്തേക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കാം. കാരണം എക്സ്റ്റേണൽ സർക്യൂട്ടിൽ EMF അല്ലെങ്കിൽ വോൾട്ടേജ് എത്തിച്ചാൽ മാത്രമേ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ജനറേറ്റർ കൊണ്ട് ഒരു ഉപയോഗമുള്ളൂ. അതെത്തിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് സ്ലിപ്പ് റിങ്സും ബ്രഷും. ഇതിൽ സ്ലിപ്പ് റിങ്സ് എന്ന് പറയുന്നത് ഈ ഓരോ കോയിൽ സൈഡും, ഇപ്പോൾ ഈ ഒരു കോയിൽ സൈഡ് ഈ പിങ്ക് കളറിലുള്ള ഈ ഒരു സ്ലിപ്പ് റിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലിപ്പ് റിങ്ങും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ 2 സ്ലിപ്പ് റിങ്ങും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബ്രഷ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും, അത് റൊട്ടേറ്റ് ചെയ്യില്ല. അത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സ്ലിപ്പ് റിങ്ങിന് ഡയറക്റ്റ് കോണ്ടാക്റ്റിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ബ്രഷ് റൊട്ടേറ്റ് ചെയ്യില്ല, സ്ലിപ്പ് റിങ് ആണ് റൊട്ടേറ്റ് ചെയ്യുക. അതുവഴിയാണ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് പവർ എത്തിക്കുക, പവർ അല്ലെങ്കിൽ വോൾട്ടേജ് എത്തിക്കുക. വോൾട്ടേജ് എത്തിക്കുമ്പോഴാണ് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിന് പവർ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. The pink one and a blue one. And what you may not make out from my diagram over here is that each ring is connected to one wire only. So the pink ring is only connected to the left wire and the blue ring is only connected to the right wire. And these wires are connected to carbon brushes, which is also conducting, and they are just touching these rings so that there is a metallic contact, but they're not stuck to it. So right now there is a contact, the circuit is complete, and as a result the current comes out of the blue ring, as you can see, moves this way, and current flows into the pink ring and goes like this. And when the coil starts rotating, as you can see, the rings rotate along with the coil. But since the brushes are not stuck to the rings just slip through the brushes. That's why they're called as slip rings. As a result, the brushes will not rotate. That solves the problem of wires twisting and tangling, and all the while an electric contact is maintained. Now, once our coil comes in this position, we have seen that the current reverses. So now the current will flow out of the pink ring, goes like this through the bulb, and now enters into the blue ring. So for every half a rotation, the current through the bulb also reverses. Let's say when the current is flowing this way, the bulb glows blue, and let's say when the current reverses and flows like this, the bulb will glow yellow. And so now if you look at the entire animation, it looks somewhat like this.
And so we have successfully built our generator. And what's interesting to see is that the current from that generator is continuously changing its direction. Such a current is called alternating current, or AC. And this might sound a little weird, but it turns out that when you want to transmit electricity over a long distance, like from the power station to your houses, then alternating currents, or AC, have some great advantages over unidirectional currents, or DC. അപ്പോൾ നിങ്ങൾക്ക് AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ജനറേഷൻ്റെ ബേസിക് ഇത് എന്തുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയത്, എന്തുകൊണ്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഓരോ സൈക്കിളിൽ കൊണ്ടുപോയി മാറ്റുന്നൊന്നുമല്ല, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി അങ്ങനെ സംഭവിക്കുന്നതാണ്. ഈ DC ജനറേറ്റർ, ഇത് ഇപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റിംഗ് AC ജനറേറ്ററിൻ്റെ കേസാണ് പറഞ്ഞത്. DC ജനറേറ്ററിൻ്റെ കേസ് കൺസ്ട്രക്ഷനും ഒരു 80% ഇതുപോലെ തന്നെയാണ്. ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് DC ജനറേറ്റർ, അതായത് AC നിന്ന് DC-ലേക്കുള്ള ആ കൺവേർഷൻ സംഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ DC മെഷീൻസ് പഠിക്കാനുണ്ട്, അതിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇത്രയും ഈ ഒരു വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഒറ്റൊരു സ്ട്രെച്ചിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കാണാം. ഈ ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഇതെന്തുകൊണ്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓരോ ഇതിലും സൈക്കിളിലും മാറി 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 വരുന്നതെന്നുള്ള ഡയറക്ഷൻ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ബേസിക് ജനറേറ്ററിന് എന്തൊക്കെ ബ്ലോക്ക് ഉണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു പോൾ പെയറിൻ്റെ കാര്യം പറഞ്ഞു. പോൾ പെയർ എന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്ത് പോള്, അതിൻ്റെ കാര്യം പറഞ്ഞു. കോയിലുണ്ട്. പിന്നെ പുതുതായിട്ട് രണ്ടിട്ട് പോകുന്നത് സ്ലിപ്പ് റിങ്സ്, ബ്രഷ്. ഇതിൽ സ്ലിപ്പ് റിങ്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബ്രഷിൻ്റെ മുകളിലൂടെ സ്ലിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് സ്ലിപ്പ് റിങ്സ് എന്ന് പറയും. റിങ് എന്ന് വിളിക്കാൻ കാരണം അതൊരു റിങ്ങിൻ്റെ ഷേപ്പിലാണ്. പിന്നെ ബ്രഷ് സ്റ്റേഷനറിയാണ്. സ്ലിപ്പ് റിങ്സ് റൊട്ടേറ്റ് ചെയ്യും, കോയിലിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എല്ലാവരും ഒറ്റ സ്ട്രെച്ചിൽ കണ്ടില്ലെങ്കിലും കുറച്ചായിട്ട് കണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെലാണ് ഉണ്ടാവുക, അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ EMFൻ്റെ അത് ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതും പിന്നെ കുറച്ച് പ്രോബ്ലംസും ചെയ്യാം. അപ്പോൾ അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ. ഇത്രയും കൺസെപ്റ്റ് എല്ലാവരും ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഇപ്പം ഈ സിലബസ് എത്രത്തോളം കവർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സിലബസ് കാര്യമായിട്ടൊന്നും കവർ ചെയ്യാനൊന്നും തുടങ്ങിയില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ബേസിക്. AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിങ്ങിൻ്റെ ബേസിക് ഇതാണ്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇനി അങ്ങോട്ടുള്ള EMF ഡെറിവേഷൻ ആണെങ്കിലും അതൊക്കെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സബ്ജക്റ്റ് FAC അല്ലെങ്കിൽ FAS, ഫണ്ടമെൻ്റൽസ് ഓഫ് AC സിസ്റ്റം, ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റാണ്. അപ്പോൾ കൺസെപ്റ്റും ഇക്വേഷൻസും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കി പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.